نستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തിപ്പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉപദേശിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും വിശദീകരിച്ചത് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് فلا عدول لأهل السنة والجماعة عما جاء به المرسلون فإنه الصراط المستقيم صراط الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين എന്ന ഭാഗമാണ്. അഥവാ മുർസലീങ്ങൾ എന്തൊന്ന് എത്തിച്ചുവോ കൊണ്ടുവന്നുവോ അതിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് യാതൊരുവിധ തെറ്റലോ വ്യതിയാനമോ ഇല്ല. കാരണം മുർസലീങ്ങൾ കൊണ്ടുവന്നത് അസിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സിറാത്താണ്, അഥവാ നേരായ പാതയും മാർഗവുമാണ്. പ്രസ്തുത മാർഗം സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞതായ മിനൻ നബിയീൻ, നബിമാർ, വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങൾ, വശുഹദാ, ശുഹദാക്കൾ, വസ്വാലിഹീൻ, സാലിഹീങ്ങൾ. ഈ അല്ലാഹു അനുഗ്രഹമരുളിയ മഹത്തുക്കളുടെ മാർഗമാകുന്നു അസിറാത്തുൽ മുസ്തഖീം, അതാകുന്നു അമ്പിയാക്കൾ കൊണ്ടുവന്നത്. അതിനാൽ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് ആ ആദർശത്തിൽ നിന്നും ആ മാർഗത്തിൽ നിന്നും യാതൊരുവിധ വ്യതിയാനമോ വഴിതെറ്റലോ ഇല്ല തന്നെ. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തുന്നത് വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു ഫീ സൂറത്തിൽ ഇഖ്ലാസ് അല്ലതി തഅദിലു സുലുസൽ ഖുർആൻ ഹൈസു യഖൂൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ് വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല, ഈ ജുംലയിൽ പ്രവേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ ജുംല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ വർണ്ണിച്ചതും വിശേഷിപ്പിച്ചതും സ്വന്തത്തിന് പേര് വെച്ചതുമായ വിഷയത്തിൽ അല്ലാഹു നഫീനെയും ഇസ്ബാത്തിനെയും ഒന്നിപ്പിച്ചു. നിരാകരണമുണ്ട്, സ്ഥിരീകരണമുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു, അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. പ്രസ്തുത വിശേഷണങ്ങൾ നഫീനെയും ഇസ്ബാത്തിനെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ്. സ്ഥിരീകരണമുണ്ട്, നിരാകരണമുണ്ട്. അങ്ങനെയുള്ള ആ വകുപ്പിൽപ്പെട്ടതാണ്
മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു, അല്ലാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചത് എവിടെ? ഫി സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ. അല്ലത്തി, എങ്ങനെയുള്ള സൂറത്തുൽ ഇഖ്ലാസ് ആണ്? തഅദിലു സുലുസൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമാകുന്നു. ഹൈസു യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോ അള്ളാഹു സ്വന്തത്തിനെ വിശേഷിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത്, അത് നഫിയും ഇസ്ബാത്തും, നിരാകരണവും സ്ഥിരീകരണവും ഒന്നിപ്പിച്ചുകൊണ്ട് ആ വകുപ്പിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചത്. മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫി സൂറത്തുൽ ഇഖ്ലാസ്. അല്ലത്തി, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തഅദിലു സുലുസൽ ഖുർആൻ, അത് വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമായിട്ടുള്ള സൂറത്താകുന്നു. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകതയാണ് തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആന്റെ 1/3 അത് തുല്യമാണ് എന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിഷ്കളങ്കമായ, നിഷ്കപടമായ എന്നൊക്കെയാണ് അർത്ഥം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും മാത്രം ഉൾക്കൊണ്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ മതവിധികളില്ല, അതിൽ പൂർവ്വകാലത്തുള്ളവരുടെ ചരിത്രങ്ങളില്ല, അതിൽ മുന്നറിയിപ്പുകളും താക്കീതുകളും ഇല്ല. പിന്നെ എല്ലാം അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിനുള്ള വിശേഷണങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ലാത്തതായ കാര്യങ്ങളും മാത്രമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസിന് അൽ ഇഖ്ലാസ് എന്ന നാമകരണം വന്നത്. ഇഖ്ലാസുൽ ലില്ലാഹ് അസ്സ വജൽ. കാരണം ആ സൂറത്ത് അള്ളാഹുവിനുള്ള ഇഖ്ലാസിനെയാണ്, നിഷ്കളങ്കതയെയും നിഷ്കപടതയെയുമാണ് ഉൾക്കൊള്ളുന്നത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത തഅദിലു സുലുസൽ ഖുർആൻ, അത് വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമാകുന്നു എന്നുള്ളതാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് അയഅജിസു അഹദുകും അൻ യഖറഅ സുലുസൽ ഖുർആൻ ഫീ ലൈലത്തിൻ, നിങ്ങളിൽ ഒരാൾ ഒരു രാത്രി ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യുവാൻ അശക്തനാകുമോ? അയഅജിസു അഹദുകും അൻ യഖറഅ സുലുസൽ ഖുർആൻ ഫീ ലൈലത്തിൻ, ഒരൊറ്റ രാവിൽ ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യുവാൻ നിങ്ങളിൽ ഒരാൾ അശക്തനാകുമോ, അശക്തനാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു. വിശുദ്ധ ഖുർആന്റെ 1/3 പാരായണം ചെയ്യുന്ന 10 ജുസു ഓതുക എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ 30 ജുസുകളാണ്, അതിൽ 1/3 10 ജുസു ആണ്. ഫശഖ്ഖ ദാലിക അലൈഹിം, ബുഖാരിന്റെ ഹദീസിൽ കാണാം, അത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായി. 10 ജുസു ഒരു ദിവസം രാത്രി ഓതുക എന്നാണ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ലേശകരായി. വഖാലു, അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ആർക്കാണ് അതിന് സാധിക്കുക? ഫഖാൽ, ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുൽ വാഹിദുസ് സമദു സുലുസുൽ ഖുർആൻ. അല്ലാഹുൽ വാഹിദുസ് സമദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, അത് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 ആകുന്നു. ഇമാം ബുഖാരി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ ഫളലായി സഹീഹിൽ കൊടുത്ത ഹദീസിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കേൾക്കുകയുണ്ടായത്. അതേപോലെ ഇമാം മുസ്ലിമും ഫളൽ ഖിറാഅത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നതിന്റെ മഹത്വം എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഇമാം മുസ്ലിമും നൽകിയിട്ടുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ 1/3 തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്ഥിരീകരണവും അതേപോലെ തന്നെ നിരാകരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആന്റെ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷയം ഉടലെടുക്കും. അതെന്താ? അഥവാ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ട് എങ്കിൽ അയാൾ 10 ജുസ് ഓതിയതായിട്ട് കണക്കാക്കപ്പെടുമോ? 10 ജുസിന് പകരം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതിയോ? അതല്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാലുള്ള പ്രതിഫലം മാത്രമാണോ? പ്രതിഫലം മാത്രമാണ് എന്നുള്ളതാണ് ശരി. അഥവാ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇഖ്ലാസോട് കൂടി നിയ്യത്തോട് കൂടി പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആന്റെ 1/3 പാരായണം ചെയ്ത പ്രതിഫലം അയാൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാതെ 10 ജുസ് ഓതുന്ന പകരം ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ മതിയാകും എന്ന അർത്ഥത്തിലല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മർറാത്ത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 തവണ പറഞ്ഞാൽ ഫകഅന്നമാ അഅതക 4 അൻഫുസി മിൻ ബനി ഇസ്മാഈൽ, ഇസ്മായിലിന്റെ സന്തതികളിൽ 4 ആളുകളെ മോചിപ്പിച്ചതുപോലെയാണ് എന്ന് പറഞ്ഞു. ഇസ്മായിലിന്റെ സന്തതികളിൽ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഈ പറയപ്പെട്ട തഹ്ലീലിന്റെ ദിക്ർ 10 തവണ ചൊല്ലിയാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ 4 അടിമകളെ മോചിച്ച പ്രതിഫലം ഉണ്ട് ഈ ദിക്ർ 10 തവണ ചൊല്ലിയാൽ. ഒരാളുടെ മേൽ പ്രായശ്ചിത്തമായിട്ട് ഒരു അടിമനെ മോചിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. ഒരാളൊരു തെറ്റ് ചെയ്തു, അതിന് പ്രായശ്ചിത്താണ് നൽകേണ്ടത്. ആ പ്രായശ്ചിത്തത്തിൽ ഒന്നാണ് അടിമനെ മോചിപ്പിക്കുക. അപ്പൊ ഒരാള് അടിമനെ മോചിപ്പിക്കുന്നതിന് ബദലായിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് ചെല്ലിയാൽ മതിയാവില്ല. 10 തവണ ചെല്ലിയാലും 100 തവണ ചെല്ലിയാലും അടിമനെ മോചിപ്പിച്ചതിന്റെ പ്രായശ്ചിത്തമായിട്ട് പരിഗണിക്കപ്പെടില്ല. എന്ന പോലെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ 10 ജുസ് ഓതിയതിന് പകരാവില്ല. പക്ഷെ പ്രതിഫലം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുണ്ടെങ്കിൽ 10 ജുസ് ഓതിയതുപോലെ ഉള്ള ഒരാളുടെ പ്രതിഫലമാണ്. അതാണ് സുലുസുൽ ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഈ 1/3 തുല്യം എന്നുള്ള വസ്ഫിന് വിശേഷണത്തിന് വിധേയമായി അതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്, വിശുദ്ധ ഖുർആൻ മൊത്തത്തിലെടുത്താൽ വിശുദ്ധ ഖുർആനിൽ വിശ്വാസ സംബന്ധികളായിട്ടുള്ള അഖീദയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ കർമ്മശാസ്ത്ര സംബന്ധികളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആന്റെ 1/3 അഖീദയുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ഖുർആന്റെ 1/3 അപ്രകാരം കർമ്മ വിധികളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ 1/3 പരലോകവുമായി ബന്ധപ്പെട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അഖായിദുകൾ, അഹ്കാമുകൾ, വഅദ് വ വഈദ്, ഇങ്ങനെ 3 ഭാഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ അധിഷ്ഠിതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഒന്നാമത്തേത് അഖീദയാണ്. സൂറത്തുൽ ഇഖ്ലാസ് കൈകാര്യം ചെയ്യുന്നതൊക്കെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് 1/3 എന്ന വിശേഷണത്തിന് ആ സൂറത്ത് അർഹമായത് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. വേറെയും ഈ വിഷയത്തിൽ പറയപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതേപോലെ തന്നെ പൂർവ്വകാലത്തുള്ളവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട, ഖാലിഖുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളുണ്ട്, മഖ്ലൂഖുമായി ബന്ധപ്പെട്ടുള്ള വർത്തമാനങ്ങളുണ്ട്. അതേപോലെ തന്നെ അഹ്കാമുകളുണ്ട്, വിധിവിലക്കുകൾ. മനസ്സിലായില്ലേ? അഖീദയുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ വിശുദ്ധ ഖുർആന്റെ 1/3 വിഷയമായത് കാരണത്താൽ അത് കൈകാര്യം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ വേറൊന്നും വിഷയങ്ങളില്ല, അഹ്കാമുകളും ഇല്ല, പൂർവ്വകാലത്തുള്ളവരുടെ അഖ്ബാറുകളും ഇല്ല. അത് കാരണത്താൽ തന്നെ വിശുദ്ധ ഖുർആൻ 1/3 സൂറത്തുൽ ഇഖ്ലാസ് എന്നതിന് വിശേഷണം വന്നു എന്നൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നാമവിശേഷണങ്ങളെ മാത്രം പ്രതിപാദിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന സൂറത്താകുന്നു. അതുകൊണ്ടാണ്
ഒരു വ്യക്തിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള മഹബ്ബത്ത് അത് കാരണത്താൽ നിങ്ങളെ ആ മഹബ്ബത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ അത് സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്താണ് അറിയിക്കുന്നത്. ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉണർത്തുന്നത് എന്താ? സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നു, അള്ളാഹുവിന്റെ നാമങ്ങളെയും ഉൾക്കൊള്ളുന്നു. മനസ്സിലല്ലേ? അതിൽ ഇസ്ബാത്തും ഉണ്ട്, നഫിയും ഉണ്ട്, സ്ഥിരീകരണമുണ്ട്, നിരാകരണമുണ്ട്. അതെങ്ങനെയാണ്? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തുടർത്തി പറഞ്ഞത്? അല്ലത്തി തഅദിലു സുലുസൽ ഖുർആൻ ഹൈസു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസിൽ 3 സിഫത്തുകൾ അള്ളാഹുവിനെ സ്ഥിരീകരിക്കുന്നു, അള്ളാഹുവെ തൊട്ട് 3 സിഫാത്തുകളെ നിരാകരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന് അള്ളാഹു, അതേപോലെ തന്നെ അഹദ്, സമദ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉലൂഹിയത്ത്, അഹദ് എന്ന് പറഞ്ഞാൽ അഹദിയത്ത്, സമദ് എന്ന് പറഞ്ഞാൽ സമദിയത്ത്. 3 വിശേഷണങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. അതിനെ തുടർന്ന് പിന്നെ 3 വിശേഷണങ്ങൾ അള്ളാഹുവിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സൂറത്തിന്റെ മാന മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് നമുക്ക് ആ ഭാഗങ്ങൾ സംസാരിക്കാം. ഖുൽ പറയുക, ഹുവല്ലാ അവൻ അല്ലാഹു അഹദുൻ അല്ലാഹു ഏകനാകുന്നു. അഥവാ മുശ്രിക്കുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിന്റെ നസബ് പറയുവാനും അള്ളാഹുവിനെ വർണ്ണിക്കുവാനും ആവശ്യപ്പെട്ടു. സിഫ് ലനാ റബ്ബക്, ഞങ്ങൾക്ക് നിന്റെ റബ്ബിനെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നസബ് കുടുംബം അറിയിച്ചുകൊണ്ട എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസിനെ അവതരിപ്പിച്ചു. ഖുൽ, പ്രവാചകരെ നിങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചവരോട് പറയുക. എന്താ പറയേണ്ടത്? അള്ളാഹു അഹദുൻ, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് രണ്ടാമതൊന്നില്ല, ലാ സാനിയ ലഹു വലാ നദീറ ലഹു, അള്ളാഹുവിന് തുല്യനില്ല, വലാ നിദ്ദ ലഹു, സമമായിട്ട് ഒരാളില്ല. അപ്പൊ അള്ളാഹു അഹദാണെന്നാണ്. എന്താ? രണ്ടാമതൊരു അല്ലല്ല, അള്ളാഹുവിന് തുല്യനില്ല, സമമായിട്ട് വേറൊരാളുമില്ല. അള്ളാഹു ഏകനാണ്. ഏതൊക്കെ വിഷയത്തിൽ? അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ സ്വത്വവുമായി ബന്ധപ്പെട്ട, ദാത്തുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ അസ്മാവുകൾ നാമങ്ങളുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ അഫ്ആലുകൾ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അള്ളാഹു അഹദാണ്, ഏകനാണ്. അള്ളാഹുവിന് തുല്യമായിട്ടോ സമമായിട്ടോ മറ്റൊന്നില്ല. പിന്നെയോ അള്ളാഹു അസ്സമദ്, അള്ളാഹു സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ എന്താ? സമദ് എന്ന് പറഞ്ഞാൽ അല്ലദീ തസ്മുദു ഇലൈഹിൽ ഖലായിഖു ഫീ ഹവായിജിഹാ, സൃഷ്ടികൾ തങ്ങളുടെ ആവശ്യങ്ങളുടെ വിഷയത്തിൽ ആശ്രയിക്കുന്നവൻ. ഇതാണ് സമദ്. പണ്ഡിതന്മാർ സമദ് എന്ത് എന്ന് വിശദീകരിക്കുന്നതിൽ വിവിധ താരീഫുകൾ, നിർവചനങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമദ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ ജൗഫ ലഹു, വല്ലതും കഴിച്ചിറക്കേണ്ട കുടിച്ചിറക്കേണ്ട വിധം ഒരു അകം ഇല്ലാത്തവൻ എന്ന് ചിലര് സമദ് എന്നതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സമദ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്ലദീ തസ്മുദു ഇലൈഹിൽ
ഖലായിഖു ഫി ഹവായിജിഹ, തങ്ങളുടെ ആവശ്യങ്ങളിൽ സൃഷ്ടികൾ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നവൻ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലദീ യഹ്താജു ഇലൈഹി കുല്ലു അഹദ്, എല്ലാ ഓരോരുത്തർക്കും ഓരോരുത്തരും ആവശ്യമായിട്ടുള്ളവൻ എന്ന് അർത്ഥം സമദിന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? ഏതായാലും സമദ് എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണം അള്ളാഹുവെ എല്ലാവരും ആശ്രയിക്കണം. എന്നാൽ അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ടതില്ല. കാരണം എല്ലാവരും ആശ്രയിക്കേണ്ട ആ പരമശക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഖനിയാണ്, എല്ലാവരിൽ നിന്നും ധന്യനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്ത എന്നാൽ എല്ലാവർക്കും ആശ്രിതനായിട്ടുള്ളതായ സൃഷ്ടികർത്താവാകുന്നു. അവൻ സമ്പൂർണനുമാകുന്നു. അള്ളാഹുവിന്റെ അറിവിലും കഴിവിലും ഹിക്മത്തിലും അതേപോലെ തന്നെ ഇസ്സത്ത് പ്രതാപത്തിലും സുഅദ് നേതൃത്വത്തിലും എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാകുന്നു. അതാണ് അസ്സമദ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അള്ളാഹു അസ്സമദ്, അള്ളാഹു സമദാകുന്നു. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ്, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു ആരുടെയും വാലിദല്ല എന്നർത്ഥം, ജനയിതാവല്ല. വലം യൂലദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിക്കപ്പെട്ടവനുമല്ല, മറ്റൊരാളുടെ സന്താനമായി ജനിച്ചവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് സമമായിട്ട് തുല്യനായിട്ട് ആരുമേ ഇല്ല. ലം യകുൽ ലഹു, അള്ളാഹുവിനും ഉണ്ടായിട്ടില്ല, കുഫുവൻ തുല്യമായിട്ട് സമമായിട്ട്, അഹദുൻ യാതൊരാൾ. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മാന, അർത്ഥം. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഈ സൂറത്തിനെ കൊണ്ടുവന്നത് എന്തിനാ? ഇഖ്ലാസ് സൂറത്തിനെ കൊണ്ടുവന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശേഷിപ്പിച്ചത് സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. അഥവാ നഫീനെയും ഇസ്ബാത്തിനെയും, നിരാകരണത്തെയും സ്ഥിരീകരണത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ സിഫാത്തിനെ സ്ഥാപിക്കുന്ന വിഷയത്തിൽ ഇവിടെ അള്ളാഹു തനിക്ക് സ്ഥാപിച്ചത് എന്തൊക്കെയാണ്? അള്ളാഹു തനിക്ക് അള്ളാഹു എന്ന പേര് സ്ഥാപിച്ച്. അള്ളാഹു എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമുള്ള പേരാണ്. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു എന്നതിന്റെ അർത്ഥം അൽ ഇലാഹ് എന്നാണ്. എന്നാല് അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അൽ ഇലാഹ് എന്നുള്ളതാണ് അള്ളാഹ് എന്ന് ഉച്ചരിക്കപ്പെടുന്നത്. അല്ലും ഇലാഹും കൂടിയതാണ് അൽ ഇലാഹ്. പക്ഷേ ഉച്ചാരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എന്നുള്ളത് കളഞ്ഞു പോവുകയും അങ്ങനെ അള്ളാഹ് എന്നുള്ളത് ഉച്ചാരണത്തിൽ പരിമിതപ്പെടുകയും ചെയ്തു. ഏതുപോലെ ഇപ്പൊ അൽ ഉനാസ് എന്ന് പറയും. അന്നാസ് എന്നുള്ളതിന്റെ അസൽ എന്താ? അൽ ഉനാസ് എന്നാണ്. ഉ എന്നുണ്ട്, പക്ഷെ ഉച്ചാരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉ എന്നുള്ളത് കളഞ്ഞുപോയി. അങ്ങനെയാണ് അന്നാസ് എന്നുള്ള ഉച്ചാരണം എന്നത്. എന്നതുപോലെ അൽ ഇലാഹി എന്നുള്ളതിൽ ഈ എന്നുള്ള അതിന്റെ ഉച്ചാരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് കളയപ്പെടുകയും അള്ളാഹ് എന്നുള്ളതിൽ പരിമിതപ്പെടുകയും ചെയ്തു. അപ്പൊ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇലാഹി എന്നാണ്. എന്നാണ് അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, ആരാധിക്കപ്പെടുന്നവൻ എന്നുള്ള അള്ളാഹുവിന്റെ ആ സിഫത്തിനെ അതിൽ സ്ഥാപിച്ചു. പിന്നെ അസ്സമദ്, സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശ്രയിക്കുന്നവൻ, ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ. അപ്പൊ സമദിയത്ത് എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണം അവിടെ സ്ഥാപിക്കപ്പെട്ടു, ഇസ്ബാത്ത് ചെയ്തു. അതേപോലെ തന്നെ അഹദ്, ഏകനാണ്. അള്ളാഹുവിന് തുല്യനായിട്ടോ സമമായിട്ടോ മറ്റൊരാളില്ല. അപ്പോ അഹദിയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഏകനാണ്. അപ്പൊ അഹദിയത്ത് എന്നുള്ള സിഫത്ത് അള്ളാഹുവിന് സ്ഥാപിച്ചു. അപ്പോ മഅബൂദ്, ഉലൂഹിയത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം, അതേപോലെ തന്നെ അഹദിയത്ത് എന്നുള്ള അള്ളാഹിന്റെ സിഫത്ത്
സമദിയത്ത് എന്നുള്ള സിഫത്ത്, ഇത് മൂന്നും ഈ സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിനെ ഇസ്ബാത്ത് ചെയ്ത് സ്ഥിരീകരിച്ചു. 3 സിഫാത്തുകളെ ഇപ്രകാരം അള്ളാഹുവിനെ നിരാകരിക്കുകയും ചെയ്തു. ഏതാണ് നിരാകരിച്ചത്? ലം യലിദ്, അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ്, അള്ളാഹു മറ്റൊരാളുടെ സന്താനമായിട്ട് ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായിട്ട് മറ്റൊരാളുമില്ല. അപ്പൊ അവിടെ 3 കാര്യങ്ങൾ അള്ളാഹു തന്നെ തൊട്ട് നിരാകരിച്ച്. മനസ്സിലായേ? അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇസ്ബാത്തും നഫിയും സമന്വയിപ്പിച്ചുകൊണ്ട് അള്ളാഹു തന്നെ വസ്ഫ് ചെയ്തത് സൂറത്തുൽ ഇഖ്ലാസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇപ്രകാരം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തി പറയുകയാണ്, وقد دخل في هذه الجملة ما وصف الله به نفسه في سورة الإخلاص التي تعدل ثلث القرآن حيث يقول قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد وما وصف به نفسه في أعظم آية في كتابه حيث يقول الله لا إله إلا هو الحي القيوم. سورة الإخلاص പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ വസ്ഫ് പറഞ്ഞ മറ്റൊരു സൂറത്താണ്, മറ്റൊരു വചനമാണ് ആയത്തുൽ കുർസി. അതാണ് ഇവിടെ പറയുന്നത്, വമാ വസഫ ബിഹി നഫ്സഹു, സ്വന്തത്തെ അള്ളാഹു വസ്ഫ് ചെയ്തതും ഈ വകുപ്പിലാണ് ഉൾപ്പെടുക. അതായത് ഇസ്ബാത്തിനെയും നഫീനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ വിശേഷിപ്പിച്ചത് ഈ വകുപ്പിലാണ് ഉൾക്കൊള്ളുക. എവിടെയാണ് അള്ളാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചത്? ഫി അഅ്ളമി ആയത്തിൻ ഫി കിതാബിഹി, തന്റെ കിതാബിലെ ഏറ്റവും മഹത്തരമായ ആയത്തിൽ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആയത്ത് ഏതാണ്? അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അള്ളാഹുവിന്റെ കുർസി, അർശിൽ പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി. ആ കുർസിയെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആയത്താണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്നതായ ആയത്ത്. പ്രസ്തുത ആയത്ത് അത്രേ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യ ആയത്തിൻ ഫി കിതാബില്ലാഹി അഅ്ദം, അള്ളാഹുവിന്റെ കിതാബിൽ ഏത് ആയത്താണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? അപ്പൊ ഉബൈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ്. ഫദറബ അലാ സദ്രിഹി, ഈ ഉത്തരം ഉബൈ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഉബൈയുടെ നെഞ്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊട്ടുകയും വഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു, ലിയഹ്നികൽ ഇൽം അബൽ മുൻദിർ, അബുൽ മുൻദിർ, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് മംഗളം. അങ്ങനെ അബുൽ മുൻദിർ എന്ന് പറഞ്ഞാൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വിളിപ്പേരാണ്, കുഞ്ഞത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ അദ്ദേഹത്തിന് അറിവുണ്ട് എന്നതിനാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മംഗളം നേരുകയുണ്ടായി എന്നാണ്. അപ്പൊ ഈ ഹദീസിൽ തിരുനബിയുടെ ചോദ്യം, അയ്യ ആയത്തിൻ ഫി കിതാബില്ലാഹി അഅ്ദം, അയ്യു ആയത്തിൻ ഫി കിതാബില്ലാഹി അഅ്ദം, അള്ളാഹുവിന്റെ കിതാബിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ ഏത് ആയത്താണ് ഏറ്റവും മഹത്വമേറിയ ആയത്ത്? അപ്പൊ അതിന്റെ മറുപടി അത് ആയത്തുൽ കുർസിയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഫി അഅ്ളമി ആയത്തിൻ ഫി കിതാബിഹി, തന്റെ കിതാബിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തരമായ ആയത്തിൽ എന്ന് പറഞ്ഞത്. ഹൈസു യഖൂൽ, എന്താണ് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച് ഇസ്ബാത്തും നഫിയും സ്ഥിരീകരണവും നിരാകരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്? അത് ആയത്തുൽ കുർസിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ സംഗതിയാണ്. ഹൈസു യഖൂൽ, അള്ളാഹു പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസിയിൽ ഉള്ളത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അള്ളാഹു
തനിക്ക് സ്ഥിരീകരിച്ച വിശേഷണങ്ങളുണ്ട്, അള്ളാഹു തന്നെ തൊട്ട് നിരാകരിച്ച വിശേഷണങ്ങളുണ്ട്. അത് ആയത്തുൽ കുർസിക്ക് അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് എന്ന്. ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവനായി ഇല്ല. ഇല്ലാഹു അവൻ അല്ലാതെ. അപ്പൊ ആരാധിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രം. ലാ എന്നുള്ളത് നാഫിയ ലിൽ ജിൻസ്, വർഗത്തിന് നിരാകരിക്കുന്ന ലാമാണ്. അതിനുശേഷം ഇല്ല വന്ന് നഫിയും ഇല്ലയും ചേർന്ന് വന്നാൽ ഹസറിന്റെ മാനയാണ്. എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവനായിട്ട് യാതൊരാളും ഇല്ല. ആരല്ലാതെ? ഹുവ അവനല്ലാതെ. അപ്പൊ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടുവാൻ എന്ന ഹസർ അവിടെ ആ പ്രയോഗത്തിൽ നിന്ന് ലഭിക്കുകയാണ്. എന്നിട്ട് പിന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയാണ് അൽ ഹയ്യു. അള്ളാഹു ഹയ്യാണ്. അൽ ഹൈ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന് മാത്രം പൂർണ്ണാർത്ഥത്തിൽ ഉള്ള അള്ളാഹുവിന്റെ നാമകരണമാണ് അൽ ഹൈ എന്നുള്ളത്. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഹൈ എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹൈ വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹൈ. അവിടെ യുഖ്രിജുൽ ഹൈ, അള്ളാഹു ഹയ്യിനെ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ മയ്യിത്തി മയ്യത്തിൽ നിന്ന്, ജീവനുള്ളതിനെ ജീവനറ്റതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹു അൽ ഹൈ എന്ന് പറയുന്നത്, പടപ്പുകൾ അൽ ഹൈ എന്ന് പറയുന്നത് ഒരുപോലെയാണ് അല്ല. പിന്നെയോ അള്ളാഹുവിന് അൽ ഹൈ എന്നുള്ള അർത്ഥം പറയുമ്പോൾ അതിന്റെ പൂർണ്ണത, കുറവില്ലാതെ ന്യൂനതയില്ലാതെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള തേട്ടമാണ് അതിനുള്ളത്. സൃഷ്ടികളെ സംബന്ധിച്ച് അൽ ഹൈ എന്ന് പറയുമ്പോൾ അതിനുള്ള ആ പരിമിതിയും അതേപോലെ തന്നെ അപൂർണതയൊക്കെ ആ പ്രയോഗത്തിലുണ്ടാകും എന്ന് മാത്രം. അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അത് സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള അൽ ഹയ്യാണ്. അൽ ഖയ്യൂം, അൽ ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കുറവുമില്ലാത്ത പൂർണ്ണ അർത്ഥത്തിലുള്ളതായ ഹയാത്ത് ഉള്ളവൻ, അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അൽ ഹൈ എന്നുള്ള അള്ളാഹുവിന്റെ നാമകരണം അള്ളാഹുവിന് ഹയാത്ത് എന്നുള്ള വിശേഷണത്തെ തേടുന്നു. അൽ ഖയ്യൂം, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ ഖിയാം എന്നുള്ള ക്രിയാധാതുവിന്റെ സീഖത്തുൽ മുബാലഗയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥമാണ് അത് തേടുന്നത്. അള്ളാഹു ഹയ്യാണ്, അതേപോലെ തന്നെ അള്ളാഹു ഖയ്യൂമുമാണ്. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുന്നു. എന്നാൽ ഒരാളും അള്ളാഹിനെ നിയന്ത്രിക്കൂല. അള്ളാഹു സ്വയം പര്യാപ്തനാണ്. അള്ളാഹുവിനെ താങ്ങാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ സഹായിക്കാനോ അള്ളാഹുവിനെ നിയന്ത്രിക്കാനോ ഒരാളുടെ ആവശ്യമില്ല. അള്ളാഹു ഖായിമുൻ ബിനഫ്സിഹി. എന്നാലോ എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് അൽ ഖയ്യൂം, അൽ ഹയ്യു അൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിന് സിനത്തും അതേപോലെ നോമും പിടികൂടുകയില്ല. സിനത്ത് എന്ന് പറഞ്ഞാൽ നുആസ്, മയക്കം അല്ലെങ്കിൽ തൂങ്ങി ഉറക്കം. നോം എന്ന് പറഞ്ഞാൽ ഉറക്കം. സിനത്ത് ഉറക്കത്തിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന മയക്കത്തിനാണ് പറയാം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ തഅഖുദുഹു, അള്ളാഹുവിനെ പിടികൂടുകയില്ല, സിനത്തുൻ മയക്കമോ വലാ നൗം ഉറക്കമോ. അപ്പൊ നോക്കി, നിങ്ങൾ ഇവിടെ അള്ളാഹ് എന്നുള്ള പേര് അള്ളാഹുവിന് സ്ഥാപിച്ചു, അൽ ഹൈ എന്നുള്ള പേര് അള്ളാഹുവിന് സ്ഥാപിച്ചു, അൽ ഖയ്യൂം എന്നുള്ള പേര് അള്ളാഹുവിന് സ്ഥാപിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ആ പേരുകൾ അറിയിക്കുന്ന സിഫാത്തുകളെ അള്ളാഹു തനിക്ക് പറയണം. എന്നാൽ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, സിനത്തും നൗമും അള്ളാഹുവിന് പിടികൂടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ട് സിനത്ത് നൗം എന്നുള്ളതായ വിശേഷണങ്ങളെ അള്ളാഹു തന്നെ തൊട്ട് നിരാകരിച്ചു. അതാണ് ഇസ്ബാത്തും നഫിയും സമുന്നയിപ്പിച്ചുകൊണ്ട് അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ
താല്പര്യം. മയക്കമോ ഉറക്കമോ അള്ളാഹുവിന് പിടികൂടുകയില്ല. ഇമാം മുസ്ലിം സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം. ഇന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ലാ യനാമു അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുകയില്ല. വലാ യംബഗി ലഹു അൻ യനാം ഉറങ്ങുക എന്നുള്ളത് അള്ളാഹുവിന് സംഗതവുമല്ല, ഭൂഷണവുമല്ല, പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങൂല എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്നുള്ളത് അള്ളാഹുവിനെ നിരാകരിച്ചിട്ടുള്ള വിശേഷണമാണ്. മനസ്സിലായില്ലേ? കാരണം എന്താ? ഉറക്കായിരിക്കും ആവശ്യമായിട്ട് വരിക. മയക്കാരെ പിടികൂടുക? തളർച്ചയും ക്ഷീണവും ഉള്ളവരെയാണ് മയക്കം പിടികൂടുക. മനസ്സിലല്ലേ? ഒരു വിശ്രമം ആവശ്യമായിട്ടുള്ളവരാണ് ഉറക്കം വേണ്ടത്. മനസ്സിലല്ലേ? അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള മയക്കമോ അതേപോലെ തന്നെ ക്ഷീണമോ അള്ളാഹുവിനെ പിടികൂടുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഉറക്കമല്ല, അള്ളാഹുവിന് മയക്കമല്ല. അതൊക്കെ അള്ളാഹു തന്നെ തൊട്ട് നിരാകരിക്കുകയുണ്ടായി. മനസ്സിലായി? നിരാകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലഹു മാഫി സമാവാതി വ മാഫിൽ അർദ്. ലഹു അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടതാകുന്നു എന്ത്? മാഫി സമാവാത്ത്, സമാവാത്തിൽ ഉള്ളതെല്ലാം. ലഹു എന്നുള്ളതിൽ ലാമുൽ മുൽക്ക് എന്നാ പറയാ, ഉടമപ്പെട്ടത് എന്ന മാന കിട്ടാൻ. മാഫി സമാവാത്ത്, സമാവാത്തിൽ ഉള്ള എല്ലാ സംഗതികളും. അവിടെ മാഫി സമാവാത്തി ലഹു എന്നാണ്. ലഹു എന്നുള്ളത് പിന്തിപ്പിക്കേണ്ടതാണ്, പക്ഷെ അതിനെ മുന്തിപ്പിച്ച്. എന്തിനാ മുന്തിപ്പിക്കേണ്ടതിനെ പിന്തിപ്പിച്ചത്? അവിടെ ഹസറിന്റെ അർത്ഥം കിട്ടാനാണ്, മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്. അപ്പൊ ലഹു എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടതാണ് മാഫി സമാവാത്ത്, വാനങ്ങളിൽ ഉള്ളതെല്ലാം. വാനങ്ങളിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ വാനങ്ങളിലുള്ള മലക്കുകളാകട്ടെ, അതേപോലെ തന്നെ വാനങ്ങളിൽ ഉള്ളതായ ഇതര സൃഷ്ടിചരാചരങ്ങളാകട്ടെ, ജിന്നുകളാണെങ്കിൽ ജിന്നുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള ഇതര ഖൽഖുകൾ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ളതായ, അതേപോലെ തന്നെ ഇതര സൃഷ്ടിചരാചരങ്ങൾ. മനസ്സിലായില്ലേ? അവിടെ സിദ്റത്തുൽ മുൻതഹ ഉണ്ട്, ജന്നത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ അള്ളാഹുവിന്റെ മിൽക്കിൽ, അള്ളാഹുവിന് മാത്രം മിൽക്കിൽപ്പെട്ടതാണ്. അതാണ് ലഹു മാഫി സമാവാത്ത് വ മാഫിൽ അർദ്. അർദിലുള്ളതും ഭൂമിയിലുള്ളതും. ഭൂമിയിൽ ഇവിടെ പല ലോകങ്ങളാണ്. ആലമുൽ ഇൻസ് ഉണ്ട്, മനുഷ്യരുടെ ലോകമുണ്ട്. അതേപോലെ ആലമുൽ ജിന്ന്, ജിന്നുകളുടെ ലോകമുണ്ട്. ആലമുൽ ഷയാത്തീൻ, പിശാചുക്കളുടെ ലോകമുണ്ട്. അതേപോലെ തന്നെ ആലമുൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ ലോകമുണ്ട്. ആലമുൽ ബിഹാർ, സമുദ്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ആലമുൽ നബാതാത്ത്, സസ്യ ലതാദികളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം സൃഷ്ടിചരാചരങ്ങളുണ്ട് അതൊക്കെ വമാഫിൽ അർദ്, ഭൂമിയിലുള്ളത് മുഴുവനും ലഹു, അള്ളാഹുവിന്റെ മിൽക്കിൽപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം ഉടമപ്പെട്ടതാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് അള്ളാഹുവിന് ഉള്ള വിശേഷണമാണ്. എല്ലാം അള്ളാഹുവിന്റെ മിൽക്കിൽപ്പെട്ടതാണ് എന്നുള്ള വിശേഷണം. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, മൻ ദല്ലദി ആരാണ്, യശ്ഫഉ ഇൻദഹു അള്ളാഹുവിന്റെ അടുക്കൽ ശഫാഅത്ത് നിർവഹിക്കുക, ഇല്ലാ ബിഇദ്നിഹി അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ. അപ്പൊ മൻ ദല്ലദി ആര് യശ്ഫഉ ശഫാഅത്ത് നിർവഹിക്കും. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത്തവസ്സുതു ലിൽ ഗൈരി ബിജൽബി മൻഫഅത്തിൻ ഔ ദഫഇ മദറ, ഒരു ഉപദ്രവം ചെറുക്കുവാൻ അല്ലെങ്കിൽ ഒരു ഉപകാരം കൊണ്ടുവരുവാൻ മറ്റൊരാളോട് മധ്യവർത്തിയാകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാം. മറ്റൊരാളെ മധ്യവർത്തിയാക്കുക, ഇതിനാണ് എന്ത് പറയാ? ഷഫാഅത്ത് എന്ന് പറയാം. ഒന്നുകിൽ അതൊരു ഉപകാരം കൊണ്ടുവരാനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപദ്രവം തടുക്കാനായിരിക്കും. മനസ്സിലായി? ഇപ്പൊ വിചാരണയുടെ വേദിയിൽ ആദം സന്തതികൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കും. സൂര്യൻ തലക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്നു, ആളുകൾ വേർപ്പിൽ മുങ്ങി, ആളുകൾ ഹിസാബ് കാത്തു കഴിയണം. പടച്ചതമ്പുരാൻ അവരെ വിചാരണക്കെടുക്കുന്നത് കാത്തു കഴിയുമ്പോൾ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണുള്ളത്. അപ്പൊ ആ മദറത്ത് തടുക്കപ്പെടണം, ആ ഉപദ്രവം നീങ്ങണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആദം സന്തതികൾ ശുപാർശക്ക് വേണ്ടിയിട്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സമീപിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആളുകളെ തിരിക്കും. ഇങ്ങനെ ആദ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെല്ലും, അങ്ങനെ പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക്, പിന്നെ ഇബ്രാഹിം, ഇങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും
എന്ത് ചെയ്യുക, സൃഷ്ടിചരാചരങ്ങൾ ആദം സന്തതികളെ വിചാരണക്കെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഷഫായത്ത് നിർവഹിക്കുക. അവിടെ ആ ഷഫായത്ത് നോക്കി നിങ്ങൾ ദഫ് മദറ, ഒരു ഉപദ്രവം പ്രയാസം അവരെ തൊട്ട് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഷഫായത്താണ്. അതേപോലെ ജൽബു മംഫ, ഉപകാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷഫായത്തുണ്ട്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഷഫായത്ത് പറയും അവർക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലല്ലേ? അത് അവർക്ക് മംഫഅത്ത്, ഉപകാരം കിട്ടാനുള്ള ഷഫാഅത്താണ്. അതേപോലെ തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച ചില ആളുകളുടെ ദറജ ഉയരാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് നിർവഹിക്കും. മനസ്സിലായില്ല? അത് അവർക്കൊരു മംഫഅത്ത്, ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഷഫാഅത്താണ്. എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി, ഒരു ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് നിർവഹിക്കുന്നതായ ഒരു വാസിത്തത്ത് തേടുന്നതിനെയാണ് ഷഫാഅത്ത് എന്ന് പറയുക. മനസ്സിലല്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ ആരാണ് ശുപാർശ പറയുവാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ ചോദ്യം എന്താണ് അറിയിക്കുന്നത്? അള്ളാഹുവിന്റെ കമാലുൽ മുൽക്ക്, പൂർണ്ണ ഉടമാവകാശമാണ് അറിയിക്കുന്നത്. അതേപോലെ കമാലുൽ ഖുദ്റ, പൂർണ്ണ കഴിവും ഇത് അറിയിക്കുകയാണ്. മനസ്സിലല്ലേ? അള്ളാഹുവാണ് എല്ലാ കഴിവുകളെയും ഉടമപ്പെടുത്തുന്നത്. അള്ളാഹുവാണ് അടുക്കലാണ് പൂർണ്ണ ഉടമാവകാശമുള്ളത് എന്നുള്ളത് അറിയിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയണമെങ്കിൽ വരെ ശുപാർശ പറയുന്നവന് അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ചോദ്യത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു ആദർശം നമുക്ക് മനസ്സിലാക്കാനുള്ള വേറൊന്ന്, മൻദല്ലദീ യശ്ഫഉ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുവാൻ ആരാണെന്നാണ്. ഇവിടെ ഈ പ്രയോഗം നമുക്കൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള പ്രയോഗം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വാദം പൊളിയാണ്. കാരണം എന്താ? എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ എന്ന് പറയുന്നതിന് അർത്ഥമല്ല. മനസ്സിലായില്ലേ? അപ്പോ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളിലും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതായ ഈ ഹുലൂലിയത്തിന്റെ വാദക്കാർ, അവരുടെ വാദം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രയോഗത്തിൽ അത് അബദ്ധവും അത് തെറ്റുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. യഅലമു മാ ബൈന ഐദീഹിം, അല്ലാഹു അവരുടെ മുന്നിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുസ്തഖ്ബൽ, ഭാവി അറിയുന്നു. വമാ ഖൽഫഹും, അവരുടെ ഖൽഫിലുള്ളതും അള്ളാഹു അറിയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഭൂതവും അള്ളാഹു അറിയുന്നു. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു ആളുകളുടെ ഫ്യൂച്ചർ അറിയുന്നവനാകുന്നു, അള്ളാഹു ആളുകളുടെ ഭൂതം അറിയുന്നവനാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള സിഫത്തിനെ, ഇൽം എന്നുള്ള സിഫത്തിന്റെ പ്രത്യേകത അള്ളാഹു സ്ഥാപിക്കണം. ആ സിഫത്തിനെ അള്ളാഹു സ്ഥാപിക്കണം. ഇന്നലെ, നാളെ, ഇന്നലെയുടെ വർത്തമാനം സൂക്ഷ്മമായി അറിയുന്നവൻ, നാളെയുടെ വർത്തമാനം സൂക്ഷ്മമായി അറിയുന്നവൻ, അങ്ങനെയുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് അള്ളാഹുവിന്റെ സമ്പൂർണമായിട്ടുള്ള ഇൽമിനെ, അറിവിനെയാണ് അറിയിക്കുന്നത്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. വലാ യുഹീതൂൻ ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് സൃഷ്ടികൾ അറിയുന്നില്ല, ഇല്ലാ ബിമാ ശാ, അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണോ അതല്ലാതെ. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട, സ്വത്വവുമായി ബന്ധപ്പെട്ടതാകട്ടെ, അള്ളാഹുവിന്റെ വിശേഷണവുമായി ബന്ധപ്പെട്ടതാകട്ടെ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടതാകട്ടെ. ഇതിൽ നിന്ന് പടപ്പുകൾ എന്താണ് അറിയുന്നത്? പടപ്പുകൾ അള്ളാഹു ഉദ്ദേശിച്ച് അള്ളാഹു അറിയിച്ചത് എന്താണോ അത് മാത്രമാണ് അറിയുന്നത്. അതാണ് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. പടപ്പുകളുടെ അറിവ് വളരെ തുച്ഛാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യസ്അലൂനക അനി റൂഹ്, റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ഖുലി റൂഹ് മിൻ അംരി റബ്ബി, പറഞ്ഞേക്കുക റൂഹ് എന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽ, കൽപ്പനയിൽ പെട്ടതാണ്. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പടപ്പുകൾക്ക് വളരെ കുറച്ച് അറിവേ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നൽകപ്പെട്ടുള്ളൂ, കനിയപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു എന്തറിയിച്ചോ അത് മാത്രമേ പടപ്പുകൾക്ക് അറിയാൻ കഴിയൂ. അള്ളാഹു പടപ്പുകളെ തൊട്ട് എന്ത് തടഞ്ഞു വെച്ചു അത് പടപ്പുകൾക്ക് കിട്ടിയിട്ടില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് യാതൊന്നുമേ പടപ്പുകൾ
അറിയുന്നില്ല, ഇല്ല ബിമാഷ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. വസിഅ കുർസിയുഹു അസ്സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ കുർസിയ് അത് വിശാലമായിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. അസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും. ഇവിടെ വസിയ കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞു. എന്താണ് ഈ കുർസി? കുർസി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കുർസിയിന് വന്നതായ തഫ്സീർ, ഇന്നഹു മൗളിഉ ഖദമി അസ്സ വജൽ, അള്ളാഹുവിന്റെ ഇരുപാദങ്ങളും വെക്കുന്നതിനുള്ള സ്ഥലമാണ്. ഇരുപാദങ്ങളുടെയും സ്ഥാനമാണ് കുർസി. മനസ്സിലായി? അപ്പൊ കുർസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഷിനുള്ള കുർസിയാണ്, പാദസ്ഥാനത്തിനാണ് കുർസി എന്ന് പറയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കുർസീനെ ആ നിലക്കാണ് തഫ്സീർ ചെയ്തിട്ടുള്ളത്. പ്രസ്തുത തഫ്സീർ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ബിൻ ഹംബലിന്റെ കിതാബ് സുന്നയിൽ, അതുപോലെ ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ കിതാബുൽ അർഷിൽ, ഇബ്നു ഹുസൈമ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ, ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലല്ലേ? പ്രസ്തുത റിപ്പോർട്ടിന്റെ അസറിന്റെ സനദിനെ ഷെയ്ഖ് അൽബാനിയൊക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പിന്നെ വസിയ കുർസിയു, അള്ളാഹുവിന്റെ കുർസിയ് ഷാമിലായിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. അസമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും. കുർസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാദം വെക്കുന്ന സ്ഥലമാണ് അർഷിന്റെ. അത് അർഷല്ല, അർഷ് വേറെ കുർസി വേറെ. അർഷ് കുർസിയേക്കാൾ വിശാലവും വലിപ്പമുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന സമാവാതി സബ്അ വൽ അറാദീന സബ്അ ബിന്നിസ്ബതി ലിൽ കുർസി കഹലഖത്തിൻ ഉൽഖിയത് ഫീ ഫലാത്തി മിനൽ അർദ്. 7 ആകാശങ്ങളും 7 ഭൂമിയും കുർസിയെ വെച്ച് നോക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർഷിന്റെ പാദസ്ഥാനമായ കുർസിയെ തട്ടിച്ചു നോക്കാണ്. ആരുമായിട്ട്? 7 ആകാശങ്ങളെയും ഭൂമികളെയും. അപ്പൊ എന്താ വ്യത്യാസം? അതിന്റെ വലിപ്പം എങ്ങനെ? കഹലഖത്തിൻ ഉൽഖിയത് ഫീ ഫലാത്തി മിനൽ അർദ്, വിശാലമായ ഒഴിഞ്ഞ ഒരു ഭൂതലത്തിൽ എറിയപ്പെട്ട ഒരു വളയത്തെ പോലെയാണ്. അപ്പൊ അർഷിൽ അല്ല, കുർസിയെ സംബന്ധിച്ചിടത്തോളം കുർസി വിശാലമാണ്. ആകാശ ലോകങ്ങളും ഭൂമിയും ആ കുർസിയിൽ നോക്കുമ്പോ വിശാലമായ ഒഴിഞ്ഞ ഒരു ഭൂതലത്തിൽ എറിയപ്പെട്ട ഒരു വളയത്തിന്റെ വലിപ്പത്തിലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ കുർസിന്റെ വലിപ്പത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വസിയ കുർസിയു സമാവാതി വൽ അർദ്, അതിനൊക്കെ വിശാലമായിട്ട് നിൽക്കുന്ന, അതിനേക്കാളൊക്കെ വിശാലമായിട്ട് നിൽക്കുന്ന ഇതാണ് അള്ളാഹുവിന്റെ കുർസി. അപ്പൊ അർഷ് എത്ര വലിപ്പമായിരിക്കും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വഅന്ന ഫദ്ലൽ അർഷ് അലൽ കുർസി കഫദ്ലിൽ ഫലാത്തി അലാ ഹാദിഹിൽ ഹൽഖ. അർഷിന്റെ മഹത്വം കുർസിയേക്കാൾ കഫദ്ലിൽ ഫലാത്തി അലാ ഹാദിഹിൽ ഹൽഖ, വിശാലമായ ഒരു വിജനഭൂമിയിൽ ഒരു വളയം എറിയപ്പെട്ടാൽ ആ വളയം എത്ര ഉണ്ടാകും? അതാണ് കുർസി. ആ ഫലാത്ത് ഒഴിഞ്ഞ ഭൂമി എത്ര ഉണ്ടാകും? അതാണ് അർഷ്. മനസ്സിലായേ? അപ്പൊ നോക്കി നിങ്ങൾ, അർഷിന്റെ വലിപ്പം. അർഷ് ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതേപോലെ തന്നെ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും തട്ടിച്ചെടുത്തോ നോക്കിയാൽ അത് ഏറെ വലിപ്പമേറെ ഉള്ളതാണ്. മനസ്സിലല്ലേ? കുർസിയെ തട്ടിച്ച് നമ്മൾ ആകാശഭൂമികളെ നോക്കുകയാണ് എങ്കിൽ വിശാലമായ ഒരു ഭൂമിയിൽ എറിഞ്ഞ ചെറിയൊരു വളയത്തിന്റെ വലിപ്പേ അതിനുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുർസി, ആ കുർസിന്റെ മുകളിൽ വിശാലമായിട്ട് വലിയ അർഷ്, വിവരണാതീതമായ വർണ്ണനാതീതമായ വലിപ്പത്തിൽ അർഷ്, ആ അർഷിന് മുകളിലുള്ള റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ മഹത്വവും അവന്റെ വലിപ്പവും എത്രമാത്രമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ എന്ന് വിശ്വാസി പ്രഖ്യാപിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോ അള്ളാഹുവിന്റെ കുർസിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതായത് അർഷിനുള്ള പാദം വെക്കുന്ന സ്ഥലം, അത് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം. വലാ യഊദുഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഭാരമാവുകയില്ല.
എന്ത് ഹിഫ്ദുഹുമ എന്നാണ് ഹിഫ്ദു സമാവാതി വൽ അർദ്, വാനങ്ങളെയും ഭൂമിയെയും സംരക്ഷിക്കൽ. വിശാലമായ വാനാണ്, വികസിച്ചു കൊണ്ടിരിക്കുന്ന വാനാണ്. അതിൽ സൂര്യനുണ്ട്, നക്ഷത്രാദികളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. അങ്ങനെയുള്ള വിശാലമായിട്ടുള്ള പടച്ചതമ്പുരാന്റെ വികസിക്കുന്ന പ്രപഞ്ചമാണ് അവന്റെ ആകാശം. മനസ്സിലല്ലേ? അവിടെ നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ്. അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ, ആയിരങ്ങൾ കൂട്ടങ്ങളുണ്ട്. 1000 കൂട്ടങ്ങളുണ്ട് എങ്കിൽ അതിന് ക്ലസ്റ്റർ എന്ന് പറയും. ആധുനിക ശാസ്ത്രം ക്ലസ്റ്ററുകളെ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അള്ളാഹുവിന്റെ മഹത്തായ പടപ്പുകളാണ് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ. ആകാശലോകങ്ങളിൽ വിന്യസിക്കപ്പെട്ട അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണത്രേ മാഫിഹ മൗദി അർബ യാസാബി ഇല്ലാവ മലക് റാക്കിയോൻ ഔസാജിദ്. 4 വിരൽ വെക്കാൻ ഇടല്ല ആകാശത്തിൽ. ഒന്നുകിൽ ഒരു മലക്ക് റുക്കോയിലാണ്, അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോ ആ പടച്ചതമ്പുരാന്റെ വാനലോകം എന്ന് പറഞ്ഞെങ്കിൽ മഹത്തായ പടപ്പുകളുടെ ലോകാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രാദികൾ, കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ. മനസ്സിലല്ലേ? അവരുടെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നതായ നക്ഷത്രാദികൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രാദികൾ തട്ടാതെ മുട്ടാതെ ഈ പ്രപഞ്ചത്തിൽ അതിന്റെ ഇവിടെ സംവിധാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വാനങ്ങളാകട്ടെ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഭൂമി, ഇതൊന്നും സംരക്ഷിക്കൽ ലാ യഊദുഹു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭാരമുള്ളതേയല്ല, ഒരു പ്രയാസം അള്ളാഹില്ല എന്നർത്ഥം. വഹുവ, ആ അള്ളാഹു അൽ അലീം, അള്ളാഹു ഉന്നതനാകുന്നു. അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് അള്ളാഹു അവന്റെ അർശിന് മുകളിലാകുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തികൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അതിലെല്ലാം അള്ളാഹു അലി, ഉന്നതനാകുന്നു. അൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽ അളമ, മഹത്വമേറെയുള്ള അള്ളാഹുവുമാകുന്നു. അതുകൊണ്ട് തന്നെ ശക്തിയുള്ള, അതേപോലെ തന്നെ കഴിവുള്ള, മഹത്വമേറെയുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു അൽ അദീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ അലിയാണ്, അവൻ അദീമുമാകുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി അള്ളാഹുവിന്റെ ധാരാളം നാമങ്ങളെ ഉൾക്കൊള്ളുന്നു, അള്ളാഹുവിന്റെ കുറെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നു, അള്ളാഹുവിന് നിരാകരിക്കപ്പെട്ട വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല എന്തിനാണ് ഇവിടെ ആയത്തുൽ കുർസി കൊണ്ടുവന്നത്? ആയത്തുൽ കുർസി കൊണ്ടുവന്നത് വഖദ് ദഖല ഫി ഹാദിഹിൽ ജുംല, ഈ ജുംലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആയത്തുൽ കുർസിയും. ഏത് ജുംലയിൽ? അള്ളാഹു തനിക്ക് തന്നെ വിശേഷിപ്പിച്ചു, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ തന്നെ വിശേഷിപ്പിച്ചു. പ്രസ്തുത വിശേഷണത്തിൽ ഇസ്ബാത്തുണ്ട്, നഫിയുണ്ട്, സ്ഥിരീകരണമുണ്ട്, നിരാകരണമുണ്ട്. ഈ വകുപ്പിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ആയത്തുൽ കുർസിയും. അപ്പൊ ആയത്തുൽ കുർസിയിലും അള്ളാഹുവിനെ വിശേഷിപ്പിക്കലുണ്ട്, സ്ഥിരീകരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ടും. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ആയത്തുൽ കുർസിയിൽ പറഞ്ഞ പേരുകളാണ് അള്ളാഹു, അൽ ഹൈ, അൽ ഖയ്യൂം, അൽ അലി, അൽ അദീം. അതേപോലെ തന്നെ അള്ളാഹുവിന് ധാരാളം ഈ പേരുകൾ അറിയിക്കുന്ന വിശേഷണങ്ങളും മറ്റു വിശേഷണങ്ങളും ഈ ആയത്തുൽ കുർസിയിലുണ്ട്. മനസ്സിലായി? 25ഓളം വിശേഷണങ്ങൾ ആയത്തുൽ കുർസി അള്ളാഹുവിന് ഉൾക്കൊള്ളുന്നുണ്ട്. മനസ്സിലായി? പണ്ഡിതന്മാർ അത് ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് പല വിശേഷണങ്ങളെയും നിരാകരിച്ചു. അതിൽപ്പെട്ടതാണ് ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. മനസ്സിലായി? അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്ഥിരീകരിച്ചതായ വിശേഷണങ്ങളുടെ തേട്ടങ്ങൾ പലതിനെയും, പല വിശേഷണങ്ങളെയും ആ തേട്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരാകരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ അള്ളാഹു കഴിവുള്ളവനാണെന്ന് പറയുമ്പോൾ കഴിവുകേട് അള്ളാഹുവിനെ തൊട്ട് നിരാകരിക്കണം. അള്ളാഹു അറിവുള്ളവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ജഹലിനെ നിരാകരിക്കാൻ, അറിവുകേടിനെ നിരാകരിക്കാൻ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫാത്തുകളെ സ്ഥിരീകരിച്ചുകൊണ്ടും അതേപോലെ തന്നെ നിരാകരിക്കേണ്ടതായ വിശേഷണങ്ങളെ ഉണർത്തിക്കൊണ്ടുമാണ് ആയത്തുൽ കുർസി ഉള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ആയത്തുൽ കുർസിയും ഈ വകുപ്പിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ചില ആയാത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി പറയുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് ഇൻഷാല്ലാ ഇവിടെ വിശദീകരിക്കും. ഇനി നമ്മൾ സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ തന്നെ ആയത്തുൽ കുർസിയുമാണ് ഇവിടെ വിശദീകരിച്ചു വെച്ചത്. ഇനി ബാക്കിയുള്ള ആയാത്തുകളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാല്ലാ ഉണർത്തി സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എല്ലാവരോടും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين، واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.